ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിലെ കുറച്ച് സാഹിത്യ പുരസ്കാരങ്ങളാണ്. ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഈ എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1993 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ളയാണ്. KG ശങ്കരപിള്ളയുടെ കവിതകൾ എന്ന കൃതിക്ക് 1998 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനാണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നോവലാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ SK വസന്തൻ. 2022 സേതു. യഥാർത്ഥ പേര് സേതു മാധവൻ എന്നാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സേതുവിൻ്റെ കഥയാണ് പേടി സ്വപ്നങ്ങൾ. അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സേതുവിൻ്റെ നോവല് പാണ്ഡവപുരം. ഇതൊക്കെ PYQ ആയിട്ട് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇപ്പോൾ 2022 സേതു, 2023 SK വസന്തൻ, 2024 NS മാധവൻ, 2025 KG ശങ്കരപിള്ള. വള്ളത്തോൾ പുരസ്കാരം ഈ അടുത്തിടെയൊന്നും നൽകിയിട്ടില്ല. 2019 മാത്രമേ അത് നൽകിയിട്ടുള്ളൂ. അത് കിട്ടിയത് P സക്രേക്കാണ്. 2018 M മുകുന്ദനും. 2026 ഹരിവരാസന പുരസ്കാര ജേതാവാണ് തിരുവിഴ ജയശങ്കർ. അദ്ദേഹം നാദസ്വര വിദ്വാനാണ്. 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 PK വീരമണിദാസൻ. അദ്ദേഹം തമിഴ് ഗായകനാണ്. 2023 ഹരിവരാസന പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. 2022 ആലപ്പി രംഗനാഥ്. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരമാണ്. ഓരോ വർഷവും മലയാളത്തിലെ മികച്ച സാഹിത്യകൃതികൾക്കാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. ഇത് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ആരാണെന്നറിയോ? G ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാര തുകയുടെ ഒരു ഭാഗം വിനിയോഗിച്ചിട്ടാണ് അദ്ദേഹം ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് കേട്ടോ. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം എന്ന് പറയുന്നത്. ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. 2025 55ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് EP രാജഗോപാലൻ. ഉൾക്കഥയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അതുപോലെ 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് K അരവിന്ദാക്ഷൻ. ഗോപ എന്ന നോവലിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാണ് സാറ ജോസഫ്. അലാഹയുടെ പെൺമക്കൾ, മാറ്റത്തി, ഒതപ്പ്, ഊരുകാവൽ, ആളോഹരി ആനന്ദം, ആദി, ബുധിനി, കറ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രചനകളെന്ന് പറയുന്നത്. 2025 പത്മപ്രഭ പുരസ്കാര ജേതാവാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നിലാസാധകം, ആലങ്കോടിൻ്റെ കവിതകൾ തുടങ്ങിയവയാണ്. 2024 പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ്. 2023 സുഭാഷ് ചന്ദ്രൻ. നമ്മളിത് പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു 2-3 വർഷത്തേത് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ എക്സാമിന് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് വയലാർ അവാർഡാണ്. 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാര ജേതാവാണ് E സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ നോവൽ തപോമയിയുടെ അച്ഛൻ. 2024 അശോകൻ ചെരുവിലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2022 S ഹരീഷിൻ്റെ മീശക്ക്. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം. 2024 അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ്. 2025 E സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ. 2024 ആശാൻ കവിതാ പുരസ്കാരം ലഭിച്ചത് VM ഗിരിജയ്ക്കാണ്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് അതിൽ വിശിഷ്ടാംഗത്വം ലഭിച്ചവരും KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. ആരൊക്കെയാണ്? KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് ഇവർ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ GR ഇന്ദുഗോവൻ്റെ ആനോ എന്ന നോവലാണ്. അതുപോലെ ചെറുകഥ V ഷിനിലാലിൻ്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ബാലസാഹിത്യം EN ഷീജ, അമ്മ മണമുള്ള കനിവുകൾ. മറ്റ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് KP സുധീര. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് KP ശങ്കരൻ. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയും 2024 പ്രതിഭ റോയിയുമാണ്. 2025 21ാമത് P കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ഡോക്ടർ ശശി തരൂർ. 2025 മാധവിക്കുട്ടി പുരസ്കാര ജേതാവാണ് സുഭാഷ് ചന്ദ്രൻ. 2024 SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം ലഭിച്ചത് KP രാമനുണ്ണിക്കാണ്. ഹൈന്ദവം എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് KP രാമനുണ്ണിക്ക്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് മേത്തിൽ രാധാകൃഷ്ണൻ.
2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളം നോവലിനുള്ള പുരസ്കാരം നേടിയത് എൻ പ്രഭാകരൻ്റെ മായാമനുഷ്യർ എന്ന നോവലിനാണ്. 1,00,000 രൂപയാണ് പുരസ്കാര തുക. 2026 ONV സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നത്. 2026 പത്മപ്രഭ പുരസ്കാര ജേതാവാണ് ആർ രാജശ്രീ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് കേരള സാഹിത്യ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് 10th പ്രിലിംസിന്. എനിക്ക് തരാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഇനി അതുപോലെ നിങ്ങൾ പഠിച്ചോളുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ് ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാനിടാം. ഇപ്പം ഞാൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇട്ടില്ലേ ഒരു ടോപ്പിക്കായിട്ട്, അതുപോലെ അടുത്ത ടോപ്പിക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ കഴിഞ്ഞ തവണ PSC നടത്തിയ LGS ലെവൽ പ്യൂൺ എക്സാമില്ലേ, അതിൻ്റെ കറണ്ട് അഫേഴ്സ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും 10th പ്രിലിംസിന് അതിൻ്റെ അതൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇതുപോലുള്ള കൂടുതൽ കറണ്ട് അഫേഴ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലും ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.